വീട്ടിലേക്ക് വിരുന്ന് വന്നാൽ എന്തായാലും ഒരു ദിവസം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത് മസ്റ്റായ കാര്യമാണ്. അപ്പോൾ ഇത്തവണ വെക്കേഷൻ ഞങ്ങൾ വന്നപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇന്നത്തെ ദിവസം ഇവിടെ 41 ദിവസത്തെ മണ്ഡല വ്രതം കഴിഞ്ഞതിന് ശേഷമുള്ള നോമ്പ് മുറിക്കലും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് അടിച്ച് പൊളിച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയ ആൾ ഞാനായിരുന്നു ഗൈസ്. അപ്പോൾ എനിക്കായിരുന്നു ഇന്നത്തവണ ആ ഭാഗ്യം കിട്ടിയത് ബിരിയാണി ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു ടോപ്പായിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ബിരിയാണി ഉണ്ടാക്കാനൊന്നും അറിയില്ല. എന്നാലും ഞാൻ നല്ലപോലെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം മസാലയൊക്കെ തയ്യാറാക്കി വെച്ചു. പിന്നെ ഞാനിതാ റൈസ് ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്. റൈസ് ഞാൻ ഉണ്ടാക്കിയത് നെയ്ച്ചോറ് വെച്ചിട്ടായിരുന്നു കേട്ടോ റൈസ് ആക്കിയത്. സാധാരണ നമ്മൾ അങ്ങനെയല്ല ചെയ്യാറ്, നമ്മൾ ചോറ് വെച്ചിട്ട് ഊറ്റിയിടാറാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ ഞാൻ വെറൈറ്റി ആക്കി. അപ്പോൾ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതൊരു വെറൈറ്റിയാണ്. അപ്പോൾ നമുക്കിത് ദമ്മിടാനൊക്കെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഊറ്റി കഷ്ടപ്പെടുന്നു വേണ്ടല്ലോ. അപ്പം ഞങ്ങൾ ചോറായതിന് ശേഷം സിസ്റ്ററും കൂടെ ഉണ്ട് കേട്ടോ, പേടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറ് ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതാ മക്കൾസ് നല്ല കട്ട വെയിറ്റിങ്ങിലാണ്. കൂടെ ഞങ്ങൾ ചിക്കൻ പൊരിച്ചതുണ്ട്, അതുപോലെ തന്നെ തൈരൊക്കെ ഉണ്ട്. അപ്പോൾ ടേബിളിലൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. മക്കൾ വിശന്ന് നിൽക്കുകയാണ്, മക്കളെ വിളിച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട്. കളർഫുൾ ബിരിയാണിയാണ് കേട്ടോ. മക്കൾസൊക്കെ ഇരുന്ന് തിന്നാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവരും രണ്ടാം പ്രാവശ്യമൊക്കെ ഇടുന്നുണ്ട്. ദിലൂസൊക്കെ ഇങ്ങനെ കഴിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ മനസ്സിന്. മറ്റുള്ളവർക്ക് കഴിക്കണ കാണുമ്പോൾ നമ്മൾ കഴിച്ചൊരു പ്രതീതിയാണ്. തിലുട്ടിക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട്, സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വെള്ളം കൊടുക്കാൻ മറന്നു ഗൈസ്. കുട്ടികളൊക്കെ വെള്ളം ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ വേഗം വെള്ളം ഇങ്ങനെ സപ്ലൈ ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ, സീ യു.